ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കിയാലോ. വെറും പാസ്ത അല്ല, ചിക്കൻ ക്രീമി ചീസി പാസ്ത ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പാസ്തയും കൂടിയാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ടതിന് ശേഷം അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലടുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പം ആവിയെല്ലാം പോയി. ഇനി നമുക്ക് കുക്കറും തുറന്ന് നോക്കാം. ഇനി ഈ ചിക്കനിൽ നിന്ന് എല്ല് മാറ്റി പീസ് മാത്രം ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പം അല്പം ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പം നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. തിളയൊക്കെ വരുന്നുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ല രീതിയിൽ വെട്ടി തിളക്കട്ടെ. അതാണ് അതിൻ്റെ ഒരു പരുവം. നമ്മളിങ്ങനെ കയ്യിലോട്ട് എടുക്കുമ്പം ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകുന്ന പരുവമാണ്. ഇപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു അരിപ്പപാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കാം. മക്രോണിയുടെ വെള്ളമെല്ലാം പോട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം ബട്ടർ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 5-8 വെളുത്തുള്ളി ചെറിയ രീതിയിൽ അരിഞ്ഞതിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഇട്ട് വേവിക്കേണ്ട. ഓൾറെഡി ഇപ്പം ചിക്കനൊക്കെ വെന്തതാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ അല്പം ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കട്ട കെട്ടും. ഇതിലേക്ക് 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ പാലൊഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പാലൊന്ന് ചൂടായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഞാനിവിടെ 3 സ്ലൈസ് ചീസാണ് ഇട്ടിരിക്കുന്നത്. സ്ലൈസ് ചീസും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. പകുതിയോളം ഫ്രഷ് ക്രീം ചേർത്ത് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലെക്സും ഒറിഗാനോവും അല്പം കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒറിഗാനോ 1 ടീസ്പൂണും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ്റെ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനും പാസ്തയും നമ്മുടെ ക്രീമും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിലൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട നല്ല ക്രീമി പാസ്ത ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണേൽ ചില്ലി ഫ്ലെക്സോ ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇല്ലെങ്കിൽ മല്ലിച്ചീരയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി ചില്ലി ഫ്ലെക്സും അല്പം കുരുമുളക് പൊടിയും കുറച്ച് ഞാൻ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് ചൂടോട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. തണുത്ത് പോയി കഴിഞ്ഞാൽ ആ ക്രീമിയുടെ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. ഞാനിത് നോമ്പ് തുറക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ തയ്യാറാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പാത്തുമൂക്കും ഇക്കാക്കും ഇക്കയുടെ അനിയനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.